Welcome to Flavors of India. നടന്ന് ഒരു കിലോമീറ്റർ ഒന്നും അല്ല കേട്ടോ, ഒരു ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ കുറേ മോണുമെന്റ്സ് കാണുന്നത്. ഇപ്പൊ നമ്മൾ അച്യുതരായ ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ്. ഓൺ ദ വേ ഈ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് വരാഹ ടെമ്പിൾ. വരാഹ ടെമ്പിൾ ആണെങ്കിലും അത് വരാഹമൂർത്തിയുടെ ടെമ്പിൾ അല്ല. വരാഹ ടെമ്പിള് ശിവഭഗവാനാണ്, സൈവൈറ്റായിട്ടുള്ള ടെമ്പിളാണ്. പക്ഷേ വരാഹ മൂർത്തിയുടെ, അതായത് വരാഹത്തിന്റെ എംബ്ലം, റോയൽ എംബ്ലം അതിൻ്റെ ഫ്രണ്ടിലുള്ളത് കൊണ്ട് വരാഹ ടെമ്പിൾ എന്ന് പേര് വന്നു. അപ്പോൾ അതൊരു ടെമ്പിള്. അത് കഴിഞ്ഞ് ദേ നോക്കുമ്പോൾ അച്യുതരായ ടെമ്പിൾ നേരെ കടന്നാണ്. 2 സൈഡിലും പഴയ ബസാർ ഏരിയ, മാർക്കറ്റ് ഏരിയ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ല, എല്ലാ ടെമ്പിൾസിൻ്റെയും ഫ്രണ്ടിൽ ഏതാണ്ട് 1 കിലോമീറ്ററോളം ബസാർ ഏരിയ ഉണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ വയ്ക്കാനുള്ള സ്ഥലം. ഇപ്പുറത്ത് പുഷ്കർണി എന്ന് പറയുന്ന ടെമ്പിൾ പോണ്ടുണ്ട്. ഒരു സ്ഥലത്തും ഇപ്പോൾ വെള്ളമില്ല. ഒരൊറ്റ ക്ഷേത്രത്തിലും, ലൈവ് ടെമ്പിൾ അല്ല, ഒരൊറ്റ ക്ഷേത്രത്തിലും വിഗ്രഹങ്ങളില്ല. ഇതെല്ലാം മോണുമെൻറ്റ്സ് മാത്രമാണ്. ഇപ്പോൾ വിരൂപാക്ഷ ടെമ്പിൾ ഒഴിച്ച് വേറെ ഒരിടത്തും പൂജയൊന്നുമില്ല. അപ്പോൾ അത്രയും വ്യത്യാസമാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇതൊരു ഭയങ്കര ഒരു ഹിന്ദു കിങ്ഡം ആയിരുന്നു വിജയനഗർ എംപയർ. അല്ലെങ്കിൽ 7th സെഞ്ച്വറി തൊട്ട് നോക്കുകയാണെങ്കിൽ 15ാം നൂറ്റാണ്ട് വരെ ഒരു ഭയങ്കര ഹിന്ദു രാജ്യമായിരുന്നു ഈ പ്രദേശമെല്ലാം. ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എത്ര ക്ഷേത്രങ്ങളാണ്, എത്ര ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെല്ലാം അത്രത്തോളം റിലീജിയസ് ആയിരുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അമ്പലവാസികൾ അമ്പലത്തിൽ പോവായിരുന്നു. ഒക്കെ ക്ഷേത്രങ്ങളാണ്, ഡോട്ടഡ് വിത്ത് ടെമ്പിൾസ് ആണ് എവ്രിവെയർ. അപ്പോൾ ഒരു പൊട്ടിട്ട മാതിരിയാണ് എല്ലാ സ്ഥലത്തും. അവിടെ ഒക്കെ ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇത് അച്യുതരായ ടെമ്പിളിൻ്റെ ഏകദേശം ഇനി ഇത്ര നടന്നു വരുമ്പോൾ നമ്മൾ അവിടെ എത്തും. ഇതാണ് അച്യുതരായ ടെമ്പിളിലേക്ക് പോകുന്ന വഴി. ഇത് ഇപ്പുറത്തെ സൈഡിൽ പുഷ്കർണി എന്ന് പറയുന്ന അവരുടെ ക്ഷേത്രക്കുളം. ഇപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല. കുളിക്കടവ് എന്ന് വെച്ചാൽ ക്ഷേത്രക്കുളത്തിലേക്കുള്ള പടവുകളുണ്ട്, നടുക്കുള്ള മണ്ഡപമുണ്ട്, നല്ല മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല, ഒരു സമയത്ത് ഇവിടെ ബസ്ലിംഗ് ആക്ടിവിറ്റീസ് ആയിരുന്നിരിക്കും അല്ലേ, നിറച്ച ആൾക്കാരും കളർഫുള്ളായിട്ട് എന്തായിരുന്നിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ 7th സെഞ്ച്വറി ടു 15th സെഞ്ച്വറിയിലേക്ക് ടൈം മെഷീനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളും ആരവുമില്ല, നിറങ്ങളില്ല, എല്ലാം ഡള്ളായി കിടക്കുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ സൈഡിലെ ബസാർ ഏരിയ കാണുന്നുണ്ടല്ലോ, 2 സൈഡിലും ബസാറുകളുണ്ട്. പണ്ടത്തെ മാർക്കറ്റ്സ് ആണ്. ഇത് 5ാമത്തെ ബസാറാണ്. നമ്മൾ കുറേ ബസാറുകൾ കണ്ടിരുന്നു, പല ക്ഷേത്രങ്ങളുടെയും ഫ്രണ്ടിൽ നീളത്തിന് 2 കിലോമീറ്റർ 1 കിലോമീറ്റർ നീളത്തിന്. അതെല്ലാം ഓരോന്നിനും ഓരോ പർപ്പസാണ്. ചിലതിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നു, ചിലതിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പൂക്കളും വിൽക്കുന്നു. വേറെ ചില സ്ഥലങ്ങളിൽ ഫോറിൻ മെർച്ചൻസ് വന്നിട്ട് അവരുടെ കുതിരയൊക്കെ വിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റത്തിൽ. ഇത് വളരെ പ്രധാനമാണ്. ഇവിടെ അച്യുതരായ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു മാർക്കറ്റ് ഏരിയ, ഇത് സുലോ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. സുലോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ലേവ് മാർക്കറ്റാണ്. സ്ത്രീകളെ കച്ചവടം ചെയ്തിരുന്ന മാർക്കറ്റ്, സ്ത്രീകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഏറ്റവും തിരക്ക്. ആ നൂറ്റാണ്ടിലെ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു, മിടുക്കരായിരുന്നു. എങ്കിൽ പോലും കണ്ടില്ലേ, വിൽക്കുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അച്യുതരായ ടെമ്പിള് കാണാം. ഇപ്പോൾ ഞാൻ ഈ ബസാർ ഏരിയയിലൂടെയാണ് നടക്കുന്നത്. ഇങ്ങനെ കണ്ടില്ലേ, തൂണുകളും മച്ചും ഒക്കെ ആയിട്ട്. ഇവിടെയൊക്കെ ആയിരുന്നു ഷോപ്സ് പോലെ ഇങ്ങനെ സ്ത്രീകളുടെ കച്ചവടം. എല്ലാ മാർക്കറ്റ്സിലും
പിന്നെ സ്ത്രീകളും വിൽപ്പന ചരക്കായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നടക്കാം. ആ കാണുന്നതാണ് അച്യുതരായ ടെമ്പിൾ. ഇവിടുത്തെ ഒരു കാര്യം മനസ്സിലായില്ലേ, ഈ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ റൂയിൻസിൻ്റെ ഇടയിൽ ഇറ്റ് ഈസ് ഡോട്ടഡ് വിത്ത് ടെമ്പിൾസ് ആണ്. എത്ര നമ്പർ ഓഫ് ടെമ്പിൾസ്, എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഒരൊറ്റ ക്ഷേത്രത്തിലും വിരൂപാക്ഷ ടെമ്പിൾ ഒഴിച്ച് വേറെ ഒരു ക്ഷേത്രത്തിലും ഐഡലില്ല, അതായത് വിഗ്രഹമില്ല, പൂജകളില്ല, ഒക്കെ ഒഴിഞ്ഞ് നടക്കുകയാണ്. അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ബാക്കിയെല്ലാം ഇങ്ങനെ മോണ്യുമെൻറ്റ്സ് ആയിട്ട് സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ ടെമ്പിൾസ് എല്ലാം ഇത് ഒന്ന് നടന്നൊരു 4 അടി വയ്ക്കുമ്പോൾ അടുത്ത ടെമ്പിളായി, ഒരു 10 അടി വയ്ക്കുമ്പോൾ വേറൊരു ടെമ്പിളായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ഏരിയയിൽ മാത്രം 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഒരു 10-30 ടെമ്പിൾസ് ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ, ഇവരെല്ലാം 7th സെഞ്ച്വറി ടു 15th സെഞ്ച്വറി ഭയങ്കരമായൊരു ഹിന്ദു കിങ്ഡം ആയിരുന്നു ഇത്. ഹിന്ദുയിസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാരായിരുന്നു, പൂജിക്കുന്ന ആൾക്കാരായിരുന്നു, ഭയങ്കര ദൈവവിശ്വാസികളായിരുന്നു. അച്യുതരായ ടെമ്പിളിന്റെ ഫ്രണ്ടിലെത്തി നടന്ന് മാതംഗ ഹിൽസിന്റെ താഴ്വാരങ്ങളിലാണ് ഈ അച്യുതരായ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിലും വലിയ ഒരു ഹില്ലുണ്ട്. ഇത് വേറൊരു മൗണ്ടനാണ്. ഇതല്ല മാതംഗ. ദിസ് ഈസ് ഡിഫറെൻറ്റ്. ഇതിൻ്റെ പിന്നിലായിട്ടാണ് മാതംഗ ഹിൽസ് ഉള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞ അച്യുതരായ ടെമ്പിൾ ലൊക്കേറ്റഡ് അറ്റ് ദ ഫുട്ട് ഓഫ് ദ മാതംഗ ഹിൽ ഇമ്മീഡിയറ്റ് ടു ദ വെസ്റ്റ്, ലാർജ് ടെമ്പിൾ കോംപ്ലക്സ്. ഇതിനെ ശരിക്കുള്ള പേര് തിരുവെങ്കലനാഥ ടെമ്പിൾ എന്നാണ്. തിരുവെങ്കലനാഥ ടെമ്പിൾ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ അങ്ങനെ പറയുന്നത്. പിന്നെ ബസാറിനെ ഫേസിങ് നോർത്ത് വിത്ത് ദ ബസാർ ഡിസ്ക്രൈബ്ഡ് ആസ് അച്യുതരായപേട്ട. ഈ ബസാർ അച്യുതരായപേട്ട എന്നുള്ള ബസാറായിരുന്നു. അത് വാസ് ഗോട്ട് കൺസ്ട്രക്റ്റഡ് ബൈ ഹിരിയ തിരുമല രാജ ദി മഹാമന്ദലേശ്വര അണ്ടർ വിജയനഗര കിങ് അച്യുതരായയുടെ പീരീഡിലാണ് ഇത് പണിതത്. 1534 AD. 1534 AD അച്യുതരായ എന്ന് പറയുന്ന വിജയനഗര രാജാവിൻ്റെ കാലത്താണത് പണിത്. അതുകൊണ്ടാണ് അത് അച്യുതരായ ടെമ്പിൾ എന്ന് പറയുന്നത്. ശരിക്കുമുള്ള ഇൻസ്ക്രിപ്ഷൻസിലെ പേര് തിരുവെങ്കലനാഥ ടെമ്പിൾ. ഇത് സാധാരണ ഒരു പ്രധാന ക്ഷേത്രം പോലെ ഗർഭഗൃഹ, സുഗനാസി, അന്തരാള, രംഗമണ്ഡപം, പിന്നെ മഹാമണ്ഡപം, പില്ലേർഡായിട്ടുള്ള കോംപ്ലക്സ് അതെല്ലാം ഇതിനകത്തുമുണ്ട്. പിന്നെ ഒരു സൗത്ത് വെസ്റ്റ് ആയിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ദേവിയുടെ ഒരു വിഗ്രഹവുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചത്.
ആ ബ്രിക്സ് ഇതെല്ലാം 15th സെഞ്ച്വറിയിലാണ് പണിതിരിക്കുന്നത്. ബ്രിക്സ് എല്ലാം കരിഞ്ഞ 1565 1565 ഇവിടെ ഇത് നശിച്ച സമയം. ഡെക്കാൻ സുൽത്താൻസ് വന്ന് വിജയനഗര എംപയറിനെ തളർത്തിയത്. ഇത് കൃഷ്ണദേവരായയുടെ കാലം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വന്ന രാജാവാണ് ഇത് പണിതത്, അച്യുത ദേവരായ. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ആ പേര്. അതും 1535 ആ പീരീഡിലാണ് ഇത് പണിതത്. അത് കഴിഞ്ഞൊരു 10-30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം കത്തിച്ച് നശിപ്പിച്ചു. എല്ലാം നശിപ്പിച്ച കൂട്ടത്തിൽ ഇത് നശിപ്പിച്ചു. കത്തിച്ചത് കണ്ടില്ലേ, അതാണ്. അപ്പോൾ ഇതൊരു വലിയ മാർക്കറ്റായിരുന്നു, സുലൈ മാർക്കറ്റ്. വെളിയിൽ സുലൈ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ പഴയ ദേവദാസി സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, കർണാടകയിലൊക്കെ ഉണ്ടായിരുന്ന കാര്യം. ആന്ധ്ര ആ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദേവദാസികളുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സുലൈ എന്ന് പറയുന്ന അത്ര ആൾക്കാരെയാണെന്ന് പറയുന്നത് ഇവരുടെ ലാംഗ്വേജിൽ. അപ്പോൾ സുലൈ ട്രേഡാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇത് നോക്കും, 3-4 ഗോപുരമുള്ള വലിയൊരു ടെമ്പിൾ കോംപ്ലക്സ് ആണ് അച്യുതരാജ ടെമ്പിൾ. ആ ഫ്രണ്ടിൽ നമ്മൾ കയറി വന്നൊരു മുഖമണ്ഡപം കണ്ടു, പിന്നെ ഒരു വലിയൊരു ടവർ കണ്ടു. ഇപ്പോൾ അത് മൂന്നാമത്തെ, ഇത് പില്ലേർഡ് ഹാൾ കാണുന്നുണ്ടല്ലോ, വലിയൊരു മണ്ഡലം. ഇതൊരു മണ്ഡപം, അടുത്ത മണ്ഡപം. പിന്നെ ഈ സൈഡിലൊക്കെ കാണുന്ന എല്ലാ റെസ്റ്റിംഗ് പ്ലേസസ്, ഇരിക്കാനും ഒക്കെ ഭക്തജനങ്ങൾക്കൊക്കെ ഇരിക്കുക, അങ്ങനെയല്ല. ഇനി പിന്നെയും ഇങ്ങനെ ഒരു ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രിക്കേറ്റ് ആണ്. ഇങ്ങനെ അതിൻ്റേതായ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി എന്തൊക്കെ വേണം, അത് ഗർഭഗൃഹം ഉൾപ്പെടെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഏറ്റവും മെയിൻ സാങ്ക്ടം സാങ്ക്ടറി. ഇത് ശരിക്കും വൈഷ്ണവ ടെമ്പിളാണ്, വിഷ്ണുവാണ്. ഇതിൻ്റെ നേരെ സൈഡിൽ കാണുന്ന അതിൻ്റെ ഫുട് ഹിൽസിലാണ്, മാതങ്ക ഹിൽസിൻ്റെ താഴ്വാരത്താണ് ഈ ക്ഷേത്രം. അത് മാതങ്ക ഹിൽസിൽ അതിൻ്റെ മുകളിലും ഒരു ക്ഷേത്രം, അത് വീരഭദ്ര എന്ന് പറയുന്ന ദൈവത്തിൻ്റെ, അത് ശിവൻ്റെ ഒരു അവതാരമാണ്, വീരഭദ്ര ടെമ്പിൾ ഓൺ ടോപ്പ് ഓഫ് മാതങ്ക ഹിൽസ്. അവിടെ ഒരു 450 പടി കയറിയാൽ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അച്യുതരായ ടെമ്പിളിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി കാണുന്നതായിരിക്കും. ഇങ്ങനെ 2-3 ടവേഴ്സ്, ഗോപുരങ്ങൾ, മണ്ഡപങ്ങൾ കഴിഞ്ഞിട്ട് ഇതിനകത്താണ് ഗർഭഗൃഹ അഥവാ ശ്രീകോവിൽ. അതൊക്കെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് സൈഡിൽ ഏതൊരു വിഷ്ണു ക്ഷേത്രത്തിലും ഉള്ളതുപോലെ ലക്ഷ്മി ദേവിയുടെ ഒരു ടെമ്പിൾ സൈഡിൽ. ഇത് മറ്റൊരു എക്സിറ്റാണ്, ഗോപുരം ഈ സൈഡിൽ. ഇതെല്ലാം കത്തിച്ച് കളഞ്ഞ ഭാഗങ്ങളാണ്, ഇടിച്ച് പൊട്ടിച്ച് കത്തിച്ച് ഡിസ്ട്രക്ഷൻ എല്ലാം ഡെക്കാൻ സുൽത്താൻസ് ചെയ്ത വഴിയാണ്. അപ്പോൾ മാതങ്ക ഹിൽസ്, വീരഭദ്ര ടെമ്പിൾ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ് ടൂറിസ്റ്റുകളുടെ. കാരണം ഞാനിങ്ങനെ അന്വേഷിക്കായിരുന്നു. കാര്യം ഒന്ന് കുറച്ച് റിമോട്ടാണ്, കുറച്ചുകൂടെ മാറിയാണ്, ഒത്തിരി നടക്കണം, 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടക്കണം. അതിനുള്ള സമയം ചിലപ്പോൾ പല ടൂറിസ്റ്റുകൾക്കും കാണില്ല. ഒരു ദിവസം വന്ന് കണ്ടിട്ട് പോകുന്നവരുണ്ടാവും, 2 ദിവസം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരാൻ സാധിക്കുള്ളൂ. പിന്നെ നടക്കാനും തയ്യാറാകണം, അല്ലെങ്കിൽ സൈക്കിളെടുത്ത് വരാം. ഈ
ക്ഷേത്രം പണിതെന്ന് പറഞ്ഞില്ല, ലാസ്റ്റ് സീരീസ് ഓഫ് ടെമ്പിൾസിന്റെ അവസാന ഘട്ടത്തിലാണ് കൃഷ്ണദേവരായയുടെ പീരീഡ് കഴിഞ്ഞിട്ട് 1534. ശ്രീകോവിലിന്റെ മുകളിലത്തെ ഗോപുരവും കറുത്തിരിക്കുന്ന നോക്കുക, ബ്രിക്കെല്ലാം കരിഞ്ഞ് കഷ്ടം. ഡിസ്ട്രക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം. അവരെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ അവർ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്, തല്ലി പൊട്ടിച്ച് കത്തിച്ചൊക്കെ ചെയ്തു. പിന്നെ 1565 ആയപ്പോഴാണ് ഫൈനലായിട്ട് ഡെക്കാൻ സുൽത്താൻസ് വിജയനഗര എംപയർ കീഴടക്കി ഇതുപോലെ ഡിസ്ട്രോയ് ചെയ്തത്. ഇപ്പൊ ശരിക്കും ഒരു ഏറിയൽ വ്യൂ നമുക്ക് കാണാം അച്യുതരായ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ. അവിടെ തൊട്ട് ഇങ്ങനെ തുടങ്ങും. ഇത് കംപ്ലീറ്റ് ഒരു ഹില്ലി ടെറൈൻ, വലിയ വലിയ റോക്സ്, ബിഗ് ബോൾഡേഴ്സ് ഓഫ് റോക്ക് ടെറൈൻ, അതിനെല്ലാം തല്ലി പൊട്ടിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മാതംഗ ഹിൽസിൻ്റെ തൊട്ട് താഴ്വാരത്ത്. ഭയങ്കര ഹില്ലി ടെറൈനാണ്, ഒരു റോക്ക് ടെറൈനാണ്. ജംഗിൾ റൂട്ട് ആണെങ്കിലും തെങ്ങ് വളർന്നു നിൽക്കുന്നുണ്ട് ചില ഭാഗത്തൊക്കെ നന്നായിട്ട്. പിന്നെ ഇന്ന് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു ജംഗിൾ റൂട്ടിലൂടെയാണ്. നല്ല റൂട്ടല്ല, അല്ലാതെ ഒരു ഷോർട്ട് കട്ട്, അങ്ങനത്തെ ഒരു കാട് പ്രദേശം. തളർന്നു ഹിസ്റ്ററി റീവിസിറ്റിംഗ്. നമ്മൾ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ കടന്നു പോകുന്നു. തളർന്ന് വേർത്ത് വെയിൽ കൊണ്ട്. എൻ്റെ ആരോഗ്യം അത്ര മോശമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഇത്രയും നടക്കാനും ഓടി എത്ര നേരെ നടക്കണോ, അതിനുള്ള എനർജി കിട്ടിയില്ലേ, കുഴപ്പമില്ല. ബസാറിന്റെ ഒരു ഏറിയൽ വ്യൂ നമുക്കിപ്പോൾ കാണാം. ഇവിടെ നോക്കിയാൽ വേറൊരു ഭാഗത്ത് വന്ന് ഏറ്റവും ടോപ്പിൽ വന്ന് നോക്കുകയാണെങ്കിൽ ആ വഴിയിലെല്ലാം നടന്നാണ് നമ്മളിവിടെ എത്തിയത്. കണ്ടില്ലേ, ആ വെള്ളം കാണുന്നില്ലേ, തുംഗഭദ്ര റിവറിൻ്റെ അവിടുന്ന് നടന്ന് ബസാർ ഏരിയയിലൂടെ ഇങ്ങനെ നേരെ ടെമ്പിൾ. നല്ല ഭംഗിയുള്ള കുറെ കാക്ടസ് മരങ്ങളാണ് ഈ ഭാഗത്തൊക്കെ. കാക്ടസ് ഇതൊരു ക്വയറ്റ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ ഇതുപോലെയുള്ള സ്മോൾ കൺസ്ട്രക്ഷൻസ് ഉണ്ട്, ചെറിയ ഭാഗങ്ങൾ. അവിടെയൊക്കെ ഇരിക്കാലോ, റിലാക്സ് ചെയ്യാം. ഇവിടുത്തെ ബോൾഡേഴ്സ് ഓഫ് റോക്കിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ കണ്ട് നമുക്ക് ചിരി വരും. ഉണ്ടാക്കി വെച്ചതുപോലെയാണ്. നോക്കൂ, ഒരു മഷ്റൂം ഷേപ്പ് പോലെ ഒരു വലിയ പാറ, അതിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ പാറ, ഇപ്പുറത്ത് ഒരു ടേബിൾ പോലെ. അങ്ങനെ ഷോർട്ട്
ഷോർട്ട് കട്ട് റൂട്ടിലൂടെ നമ്മൾ ഏതാണ്ട് എത്താറായി തോന്നുന്നു. ഇനി താഴേക്കുള്ള ഇറക്കമാണ്. അങ്ങനെ കറങ്ങി കറങ്ങി നമ്മൾ എത്തിയ വഴി ഏതാണെന്നറിയോ? ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ഈ ഒരു മുഖമണ്ഡപം കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ വലിയ നന്ദി നമ്മൾ രാവിലെ കണ്ടില്ലേ, വലിയ നന്ദി, അതിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണിത്. അപ്പോൾ തിരിച്ച് ആ വലിയ നന്ദിയുടെ അവിടെ എത്തും. അവിടുന്ന് താഴെ ഇറങ്ങിയാൽ പിന്നെ ആ ബസാർ ഏരിയയാണ് വിരൂപാക്ഷ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലുള്ള. അവിടെയാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് ദൂരം പോയി. അപ്പോൾ ഇതാണ് ശരിക്കും അച്യുതരായ ടെമ്പിളിലേക്കുള്ള എൻട്രി. നമ്മളിങ്ങനെ ചുറ്റി തുംഗഭദ്ര നദിയുടെ തീരത്തോടെ നടന്ന് അങ്ങനെ കറങ്ങിയാണ് വന്നത്. കുറേ കാര്യങ്ങളും കൂടി കാണാനുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ വിരൂപാക്ഷ ടെമ്പിൾ രണ്ട് സൈഡിൽ. ഈ ഭാഗത്താണ് നമ്മൾ വലിയ നന്ദിയെ കണ്ടത് രാവിലെ. ഓക്കെ.